ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ടാണ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമാണോ അല്ലേ എന്നറിയാൻ നോ താങ്ക്സ് ആപ്പ് നമുക്കറിയാം. ഇസ്രായേലിന്റേതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പറയും, വേണ്ട എന്ന് നമ്മോട് പറയും. അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ബാധ്യത നമ്മളുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇറക്കിയിട്ടുള്ള ഒരു പ്രത്യേക ആപ്പിനെ കുറിച്ച് ഉള്ള ഒരു പരാമർശം അവരുടെ ഒരു നേതാവ് പറയുന്നതാണ്. അത് പറയുന്നത് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നുള്ളതാണ്. കാരണം അത് ആ ആപ്പിൻ്റെ അകത്ത് അറിയും അത്രേ. കാരണം ആ ആപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇസ്രായേലിൻ്റെ, ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇസ്രായേലിൻ്റെ അല്ലാത്തത് എന്നുള്ളത് അറിയാൻ പറ്റും. അതുമൂലം ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചിട്ട് അതല്ലാത്ത രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആഹ്വാനമാണ് നടത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് പാലസ്തീന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ഇപ്പോൾ ഏകദേശം 1.25 വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ പല നേതാക്കന്മാരും കൊല്ലപ്പെട്ടു. പാലസ്തീനിൽ ഏകദേശം 70,000 ജനങ്ങൾ കൊല്ലപ്പെട്ടു. ഗാസ നാമാവശേഷമായി, അവിടെ ഇനി താമസയോഗ്യമല്ലത്. അപ്പോൾ ഈ സംഭവം നടക്കാൻ എന്താണ് കാരണം? അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സംഗീത വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹമാസിൻ്റെ പോരാളികൾ അവിടെ ഇസ്രായേലിൻ്റെ മണ്ണിൽ കടന്നു വരികയും ഒരുപാട് ചെറുപ്പക്കാരെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയും അവരെ ഉപദ്രവിക്കുകയും കുറേ പേരെ ബന്ധുക്കളാക്കി വയ്ക്കുകയും അതിൽ കുറേ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ഹമാസിനോട് ചെയ്യാൻ, പലസ്തീൻ ജനതയോട് ചെയ്യാൻ കാരണം. ഇപ്പോഴും 45ഓളം ബന്ധുക്കളെ വിട്ടുകൊടുത്തിട്ടില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഹമാസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇനി ഇസ്രായേലിലെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ആരും വിഷമമൊന്നും വിചാരിക്കരുത്. അത് പ്രായോഗികമല്ലാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ മുഴുവനും ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഈ 3 സോഷ്യൽ മീഡിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ലക്ഷക്കണക്കിന് മുസ്ലിം നാമധാരികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന സാമ്പത്തിക ഉപഹാരം, അതായത് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ, ഇൻസ്റ്റഗ്രാമിൻ്റെ മോണിറ്റൈസേഷൻ അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരിക്കലും കേരളത്തിലുള്ള മുസ്ലിങ്ങളോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യാൻ കഴിയില്ല. കാരണം ഒരുപാട് മുസ്ലിമുകൾ ജൂതന്മാരുടെ ഉൽപ്പന്നമാണ് ഉപയോഗിക്കുന്നത്. ജൂതന്മാരില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ല. അതുകൊണ്ട് ജൂതന്മാരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ജീവിതം ശൂന്യമാവും.